झंडा मने मनेगू त्रिवर्णा सरिया रंग है क्या? ये रंग मेरी शक्ति का है, ये रंग मेरी ताकत का है, ये रंग देश के माथे पे सजा। श्वेत है क्या रंग सत्य का? ये श्वेत रंग शांति का है, ये श्वेत रंग एके का है, ये रंग देश के दिल में है बसा। മദർ പി ടി എ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഈ വേളയിൽ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ, സ്വതന്ത്രയായ ഇന്ത്യ മറ്റു പല തലങ്ങളിലും സ്വതന്ത്രയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടെയാണ്. സമൂഹത്തിലെ പുതിയ പുതിയ സ്വാതന്ത്ര്യങ്ങൾ കണ്ടെത്തുകയും ആ രീതിയിൽ പുതിയ തലമുറ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സാമൂഹ്യവും സാംസ്കാരികവുമായ ഉന്നമനം ഉണ്ടാവുന്നത്. മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയൊരു സ്വാതന്ത്ര്യം ആഘോഷിക്കില്ലായിരുന്നു. ഓരോ വ്യക്തികളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സ്വന്തം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിനിടെ പോരാടിക്കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കുള്ള അവസരം ഞാൻ വേഗം തന്നെ തരാം. നമ്മൾ ഒരു സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനാദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം, ഹോണർ ദ പാസ്റ്റ്, സെലിബ്രേറ്റ് ദ പ്രസന്റ് ആൻഡ് ബിൽഡ് എ ഫ്യൂച്ചർ. അതായത് എന്താ അതിന്റെ അർത്ഥം? എന്താണ്? നമ്മൾ ഒരു പാസ്റ്റിനെ നല്ല രീതിയിൽ ബഹുമാനിക്കണം. നമ്മളുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ കൊണ്ടുവന്ന ആ ഒരു ഫ്രീഡത്തെ നമ്മൾ ബഹുമാനിക്കണം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് എന്താണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ആരുടെ അടിമത്തത്തിലായിരുന്നു, ആരുടെ അധീനതയിലായിരുന്നു ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത്? 1947 ആഗസ്റ്റ് 14 നമസ്കാരം. തോക്കുകളും ബോംബുകളും കൊണ്ട് വിപ്ലവം നടത്താനാവില്ല. വിപ്ലവത്തിന്റെ ന്യൂസ് കൂട്ടേണ്ടത് ആശയങ്ങളുടെ ഉരകളിലാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള സഹപാഠികളെ, പതിറ്റാണ്ടുകൾ നീളുന്ന അടിമത്തത്തിന്റെ കുത്തൊഴുക്കിൽ നിന്നും ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യത്തിന്റെ ആശ്വാസ തീരത്തേക്ക് കരപറ്റിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മായാവലയങ്ങളെ ത്രിവർണ്ണ കൊടിയാൽ തകർത്തെറിഞ്ഞപ്പോൾ ഇന്ത്യൻ സമൂഹം പുതിയൊരു സൂര്യോദയത്തിലേക്ക് മിഴിതുറക്കുകയായിരുന്നു. ഗാന്ധിജിയുടെയും ബാലഗംഗാധര തിലകന്റെയും ഭഗത് സിംഗിന്റെയും നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അക്ഷീണ പ്രയത്നവും ആത്മവിശ്വാസവുമായിരുന്നു നവ ഇന്ത്യയുടെ അടിത്തറ. ഇന്ന് മറ്റൊരു ആഗസ്റ്റ് 15, സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിന്റെ മറ്റൊരു സുദിനം. ഉണ്ണാനും ഉറങ്ങാനും വളരാനും ശബ്ദമുയർത്താനും പ്രതികരിക്കാനുമെല്ലാം നമ്മെ പ്രാപ്തമാക്കിയതിന്റെ ഓർമ്മപ്പെടുത്തൽ. ആരാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ? നിലവാരമുള്ള വിദ്യാഭ്യാസവും ജീവിത സാഹചര്യവും ലഭിക്കണം. രാജ്യപുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ഓരോ യുവാവും യുവതിക്കും സാധിക്കണം. ഇന്ത്യയിലെ 138 കോടി ജനങ്ങൾക്കും തുല്യമായ വിഭവ വിതരണങ്ങൾ നടക്കണം. ഇതെല്ലാം സാധ്യമായെങ്കിൽ മാത്രമേ അവിടെ സ്വാതന്ത്ര്യം എന്ന വാക്കിന് നിലനിൽപ്പുള്ളൂ.
ജാതി, മത, വർണ്ണ, വർഗ വിവേചനങ്ങൾ അവസാനിക്കണം. വികസിത ഇന്ത്യയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ചുവടുക്കാൻ നാം പുതിയ യുവതയെ പഠിപ്പിക്കണം, പരിശീലിക്കണം. ഇനിയുള്ള പ്രഭാതങ്ങൾ നവ ഇന്ത്യയുടെ വർണ്ണ സൗകര്യ മാറ്റിക്കൊള്ളുന്നതാകട്ടെ. സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടുകൊള്ളുന്നു. ജയ് ഹിന്ദ്. And dear friends, good morning. Today we are gathered to celebrate one of the most significant milestones in our nation's history, our Independence Day, a very special day for our country. On 15th August 1947, India became independent from the British rule. On this day, we honor not just a date on the calendar, but the timeless spirit of freedom, unity and resilience. We pay tribute to the brave men and women who fought tirelessly, sacrificed their comfort and gave their lives so that we could breathe the air of a free nation today. Their legacy is the very foundation upon which our country stands. Freedom, however, is not merely a privilege we inherit. It is a responsibility we must protect every single day. True independence is realized when every citizen feels secure, valued and empowered. It is found in our commitment to progress, unity in our diversity and our shared responsibility to uplift those who are marginalized. As we look towards the future, let us ask ourselves, how can we contribute to the progress of our nation, whether through innovation, integrity, education or simple acts of kindness? Each of us holds the power to shape our country's destiny. Let us carry the spark of freedom in our hearts, stand united against divisions, and work together to build a brighter, more exclusive tomorrow. Happy Independence Day. Jai Hind. Thank you. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചതിന്റെ അഭിമാനത്തോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരന്മാരുടെ ഓർമ്മകളോടെ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് 2026 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 79 വർഷം പൂർത്തിയായ ദിവസം. 79 വർഷം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ കാലയളവാണ്. എന്നാൽ ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതൊരു യാത്രയാണ്. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര, പിന്നോക്കാവസ്ഥയിൽ നിന്ന് പുരോഗതിയിലേക്കുള്ള യാത്ര. 1947 മുമ്പുള്ള ഇന്ത്യയിൽ വിദേശികളാൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തെ മാത്രമേ അവർക്ക് ചങ്ങലയിലിടാനായുള്ളൂ, മനസ്സിനെ അവർക്ക് ചങ്ങലയിലിടാനായില്ല. വെടിയുണ്ടകളും ലാത്തി ചാർജുകളും പോരാളികളുടെ മേൽ പതിഞ്ഞു, ജയിലുകൾ നിറഞ്ഞു. പക്ഷേ അപ്പോൾ ഒരു ചോദ്യമുയർന്നു, എത്ര പേരെ നിങ്ങൾക്ക് ജയിലിലിടാനാവും? ഒരു ജനതയുടെ സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തെ എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനാവും? അതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പവർ. ഗാന്ധി നമ്മെ പഠിപ്പിച്ചത് ആയുധത്തിന്റെ ശക്തിയല്ല, പകരം അഹിംസയുടെ ശക്തിയാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, റാണി ലക്ഷ്മിബായി, നെഹ്റു, ലാലാ ലജ്പത് റായ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി ഇവരിൽ എല്ലാവരിലും നമ്മൾ കണ്ടത് ഒരു ജനതയുടെ ആത്മവീര്യമായിരുന്നു. ഇവരുടെ പേരുടെ ചരിത്ര പുസ്തകത്തിലുണ്ടെങ്കിൽ ഇവരുടെ ത്യാഗം നമ്മുടെ ഓരോ ശ്വാസത്തിലും ഉണ്ടായിരിക്കണം. നാം സ്വതന്ത്രമായി നടത്തുന്ന, സ്വപ്നം കാണുന്ന ഓരോ ചുവടിലും അവരുടെ ത്യാഗമുണ്ട്. എന്നാൽ ഈ 2026 നമ്മൾ സ്വതന്ത്രരാണ്. ബ്രിട്ടീഷുകാർ 1947 ഇന്ത്യ വിട്ടുപോയി. എന്നാൽ ഇന്നും നാം ചില ചങ്ങലകളിലേക്ക് കുടുങ്ങിക്കിടക്കുന്നു. അഴിമതിയുടെയും ലഹരിയുടെയും വർഗീയതയുടെയും അന്ധവിശ്വാസത്തിന്റെ, പരിസ്ഥിതി നശീകരണത്തിന്റെ, ഡിജിറ്റൽ
നമ്മൾ മാറിയാൽ രാജ്യം മാറും. നമ്മൾ സത്യസന്ധമായി പഠിച്ചാൽ അവിടെ രാജ്യം വളരും. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയിൽ പ്രതീക്ഷയുടെ വിളക്ക് തെളിയിച്ചാൽ അവിടെ രാജ്യം വളരുന്നു. ഒരു കർഷകൻ മണ്ണിൽ വിത്തിടുമ്പോൾ അവിടെ രാജ്യം പുരോഗമിക്കുന്നു. ഒരു സൈനികൻ അതിർത്തിയിൽ കാവലേൽക്കുമ്പോൾ അവിടെ രാജ്യം സുരക്ഷിതമാകുന്നു. ഒരു യുവാവ് ലഹരിയെ നിരസിച്ച് ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ പുതിയ ഇന്ത്യ ജനിക്കുന്നു. യുവത്വമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ലഹരിക്ക് പകരം ലക്ഷ്യം തിരഞ്ഞെടുക്കാൻ, വൈറലാവുന്നതിന് പകരം മൂലമുള്ളവരാവാൻ, ഡിജിറ്റൽ ഫോളോവേഴ്സിനേക്കാൾ നല്ല ജീവിത മാതൃകയുള്ളവരെ തിരഞ്ഞെടുക്കാൻ, പരാജയങ്ങളെ അതിജീവിച്ച് ജീവിതത്തോട് പൊരുതാൻ നമുക്ക് യുവാക്കൾക്ക് കഴിയണം. ഇന്ത്യയിൽ ഭാഷകൾ, വേഷങ്ങൾ, ആചാരങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എല്ലാം പലതാണ്. അവിടെ ഹൃദയം ഒന്നാവണം. നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന ഐക്യം, അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. നിയമം പാലിച്ചുകൊണ്ട്, പൊതു സ്വത്ത് സംരക്ഷിച്ചുകൊണ്ട്, മാലിന്യം വലിച്ചെറിയാതെ നിന്നുകൊണ്ട്, സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട്, ദരിദ്രരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദേശസ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് നല്ല പൗരന്മാരാകാം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Respected principal, teachers, parents, and my dear friends. Today we are gathered here to celebrate a very special occasion, our 18th Independence Day. On August 15, 1947, India gathered freedom for British rule. Today as our tricolor flag unfurls in the sky, we remember with deep respect the freedom fighters like Mahatma Gandhi, Bhagat Singh, Rani Lakshmibai, Subhash Chandra Bose, and the global stage. Thank you, and I wish you all a very happy 18th Independence Day. Jai Hind and Jai Bharat. അധ്യാപകരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഏവർക്കും ആദ്യം തന്നെ എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇത് ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനമാണ്. घर घर तिरंगा, हर घर तिरंगा, घर घर तिरंगा, रथ घर तिरंगा, घरों घरी तिरंगा, प्रत्येक घरी तिरंगा. A reality. Wishing everyone a happy Independence Day. Jai Hind. और मेरे प्यारे भाइयों और बहनों, आज भारत के स्वतंत्र दिवस के इस पावन अवसर पर आप सभी के सामने खड़े होकर अपने विचार रखना मेरे लिए बहुत गर्व की बात है। सबसे पहले आप सभी को स्वतंत्र दिवस की बहुत
शुभकामनाएं। इस आजादी को पाने के लिए महात्मा गांधी, भगत सिंह, सुभाष